BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചേരുന്നു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ജനൻ TV പുറത്ത് വിടുന്ന വാർത്ത, എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്ത ഇതാണ്. അതായത് ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ ഉത്തരവ് ഇറക്കിയിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞത് അങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയില്ല, സ്വയം കുഴിച്ച കുഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണു എന്ന രീതിയിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു സമീപനം ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. പക്ഷേ ദേവസ്വം ബോർഡ് ഉത്തരവ് ഇറക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങൾ കാണിക്കുന്നത് അതാണ്. ആ ഉത്തരവിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് ഇത് ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാട് തന്നെ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് ആലിബാബയും 41 കള്ളന്മാരുക. സകല കള്ളന്മാരും കൂടി അയ്യപ്പ വിഗ്രഹം എന്നാണ് അടിച്ചു മാറ്റുക എന്ന് മാത്രമേ ഇനി നോക്കണ്ടു. ദ്വാരപാലക പാളി അടിച്ചു മാറ്റി. ഇനി പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള അയ്യപ്പ വിഗ്രഹം ഈ കള്ളന്മാരെന്നാ അടിച്ചു മാറ്റുകയെന്ന് മാത്രമേ ഇനി നോക്കേണ്ടതുള്ളൂ. ഇയാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് കേവലം ഒരു ബ്രോക്കറാണ്. അത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെയും മന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയും പ്രസിഡന്റിന്റെയും ബ്രോക്കറാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനകത്ത് വേറെ റോളൊന്നുമില്ല. കിട്ടുന്നതിൽ ഒരു വിഹിതം അയാൾ കൊടുക്കും, അത്രയേ ഉള്ളൂ. ഒരു ബ്രോക്കർ എന്താ ചെയ്യുക? ബ്രോക്കർക്ക് പെർസെൻറ്റേജ് ഉണ്ട്. ഒരുപക്ഷെ 10% ആവാം, 2% ആവാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രി വാസവനുമാണ് യഥാർത്ഥ തിരുടന്മാര്. യഥാർത്ഥ തിരുട പാർട്ടിയിൽ നിന്ന് വന്നവരാ. തിരുട ഗ്രാമം എന്ന് കേട്ടിട്ടില്ലേ? തിരുടന്മാരുടെ കള്ളന്മാരുടെ ഗ്രാമം. അതേപോലെ തിരുട പാർട്ടിയാണിത്, CPM. ആ തിരുട പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള തിരുടന്മാരാണ് ഇവര് രണ്ടും. ഈ രണ്ടെണ്ണവും അതിന്റെ കൂടെയുള്ള ബോധംഗങ്ങളായിട്ടുള്ള ബാക്കി ഈ കള്ളന്മാരെല്ലാം കൂടി ചേർന്നിട്ട് ഇവന്മാരെ ആദ്യം ചെയ്തത് എന്താ അറിയോ? ഏത് ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിന്റെ ആചാര ലംഘനം ഉണ്ടായാൽ ആ ക്ഷേത്രത്തിന്റെ ശക്തി ക്ഷയിക്കും. അത് സ്വാഭാവികമാണ്. കാരണം മന്ത്രോച്ചാരണം വഴി, ആചാരണം വഴി ആചാരങ്ങൾ അത് പരമാവധി ശ്രേഷ്ഠമായി നടത്തുമ്പോഴാണ് വിഗ്രഹത്തിൽ ശക്തി ഉണ്ടാവുക. അതാണ് ഭഗവാന്റെ അയ്യപ്പന്റെ ആ മൂലസ്ഥാനം എന്ന് പറയുന്ന ശബരിമലയിലേക്ക് ജനപ്രവാഹം ഇങ്ങനെ വരുന്നത്. അത്യുജ്വലമായ ഒരു ഈശ്വര ശക്തിയുടെ പ്രവാഹം ശബരിമലയിൽ ഉള്ളത് കൊണ്ടാണ്. കാലങ്ങളായിട്ട് ജനങ്ങൾ ഈ ജനങ്ങൾ എടുക്കുന്ന വ്രതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അയ്യപ്പനാണ്. ആ ശക്തി മുഴുവൻ കിട്ടുക. ജനങ്ങൾ വ്രതമെടുത്ത് മലയിലേക്ക് ചവിട്ടുമ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ഓരോ വിളിയും ആ വിഗ്രഹത്തിലാണ് പതിക്കുന്നത്. അങ്ങനെയാണ് ആ വിഗ്രഹത്തിന് ശക്തി ഉണ്ടാവുക. ആ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ ആചാരലംഘനം നടത്തിയത്. സാധാരണ കള്ളന്മാര് ഒരു ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് മനുഷ്യമലം ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ വിഗ്രഹത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇടുകയോ തേക്കുകയോ ചെയ്യും. അതോടുകൂടി ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം കുറയും. എന്നിട്ടാണ് അത്ര ആഭരണങ്ങളൊക്കെ മോഷ്ടിക്കുക എന്ന് ഞാൻ ഇവര് വായിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതേപോലെ ഈ തിരുടന്മാര് ആചാര ലംഘനം നടത്തിയത് തന്നെ ശബരിമലയെ കൊള്ള ചെയ്യാനാണ്. ശബരിമലയെ കൊള്ള ചെയ്യാൻ വേണ്ടി, കാരണം ഇവർക്ക് തിരിച്ചൊന്നും പറ്റാതിരിക്കാൻ ഈ കൊള്ള സംഘമാണത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പൊ ജനം TV വെളിയിൽ കൊണ്ടുവന്നത് ഇന്നലെ വരെ ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെ, ശബരിമല വിശ്വാസികളെ, ഹിന്ദുക്കളെ ഈ കള്ളന്മാർ പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരും പറഞ്ഞു, വേറെ ഓരോരുത്തന്മാരുടെ പേരും പറഞ്ഞു. ഞാൻ ചോദിക്കാൻ നോക്കുന്നത് ആരാണെന്ന് ഈ പോറ്റി? വാസ്തവത്തിൽ ആരെ പോറ്റി എന്നറിയോ? അനിൽ നമ്പ്യാരെ. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് മന്ത്രിയെയും പോറ്റുന്നവനാണ് ഈ പോറ്റി. അവരെ പോറ്റുന്നവനാണ് ഈ പോറ്റി. അവരെ ഈ ബ്രോക്കർ പണിയെടുത്ത് അവരെ പോറ്റുന്നവനാണ് ഈ പോറ്റി. മനസ്സിലായോ? ഈ പോറ്റി എന്ന് പറയുന്നത് ബ്രോക്കറാണ്. യഥാർത്ഥ ആലിബാബ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റുമാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ മലസ്ഥൽ ചാണകവെള്ളത്തില് ചൂല് മുക്കിയിട്ട് ശബരിമല നാട്ടിച്ച് വെളിയിലേക്ക് ഇറക്കണം അയ്യപ്പ വിശ്വാസികൾ, കള്ള തിരുമാലികൾ. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ശബരിമലയിലെ ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഈ പ്രധാനപ്പെട്ട ഈ ദ്വാരപാലക ആ വിഗ്രഹം അല്ലെങ്കിൽ ദ്വാരപാലകന്മാർ ആ സ്വർണ്ണപ്പാളി എടുത്തു കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവരുന്ന ചെമ്പാണ്. എന്നിട്ട് അതിൽ സ്വർണം പൂശ. ഇതെന്ത് പരിപാടിയാ? ഒരു കണക്ക് വേണ്ടേ? ആഭരണങ്ങൾ കണക്കില്ല.
ഇത് ശബരിമല മാത്രമല്ല. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ യു ബി ഗ്രൂപ്പ് പറയുന്നത്, വിജയമല്യയുടെ യു ബി ഗ്രൂപ്പ് പറയുന്നത് അവർ പൂശിയത് സ്വർണം തന്നെയാണെന്ന്. ഇപ്പോൾ അവിടുത്തെ ദ്വാരപാലക ശില്പത്തിൽ പൂശിയത് സ്വർണം തന്നെയാണ്. അപ്പോൾ ആ സ്വർണം, യഥാർത്ഥ സ്വർണം എങ്ങോട്ട് പോയി, അതെങ്ങനെ ചെമ്പായി മാറി, ഇതിലെല്ലാം വ്യക്തത വരുത്തേണ്ടതല്ലേ? ഇപ്പോൾ അത് കൃത്യമായിട്ട് ഈ യു ബി ഗ്രൂപ്പിൻ്റെ വിദഗ്ധൻ, അതായത് ഈ സർട്ടിഫൈ ചെയ്ത ആൾ, സർട്ടിഫിക്കറ്റ് നൽകിയ ആൾ, പൂശിയത് സ്വർണ്ണമാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ആൾ അല്പസമയത്തിനകം ജനൻ ടി വിയോടൊപ്പം ചേരും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് സ്വർണം തന്നെയാണെന്ന്. പിന്നെ എങ്ങനെ ഇത് ചെമ്പായി മാറി? വലിയ വലിയ സമസ്യകൾ അവശേഷിക്കുകയാണ്. ഉത്തരങ്ങളില്ല. കൊള്ളയാണ് നടക്കുന്നത്. ഉത്തരങ്ങളില്ല. കൊള്ളയാണ്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കൊള്ളയാണെന്ന്. ഞെട്ടിപ്പിക്കുന്ന കൊള്ള. ഇത് ശബരിമലയിൽ മാത്രമല്ല അനിൽ നമ്പ്യാർ. കേരളത്തില് ആഭരണങ്ങൾ സൂക്ഷിച്ച ക്ഷേത്ര സ്വത്തുക്കളുള്ള സകല മറ്റേ ക്ഷേത്രങ്ങളിൽ നിന്നും അടിച്ചു മാറ്റിയ ഒരു രജിസ്റ്റർ ഇല്ലെന്ന്. എത്ര ആഭരണം ഭക്തന്മാർ കൊടുത്തു, രജിസ്റ്ററിലില്ല. എത്ര നാണയം കൊടുത്തു, രജിസ്റ്ററിലില്ല. എത്ര സ്വർണം പൂശി കൊടിമരത്തില്, രജിസ്റ്ററിലില്ല. ഇതെന്തോന്നാണെന്ന്? ഇതെന്താ വെള്ളരിക്കപ്പെടണോ ഈ നാട്ടിൽ നടക്കുന്നത്? ഇവനൊക്കെ അധികാരത്തിൽ വന്ന് മത്സരിച്ച്, ഇവനൊക്കെ ഈ ഹിന്ദുക്കൾ വോട്ട് ചെയ്ത് ജയിച്ച്, ഇവനൊക്കെ കയറിയിരുന്ന് ഹിന്ദുക്കളുടെ മുഖത്ത് കാർപ്പിച്ച് തുപ്പല്ലേ ചെയ്യുന്നേ? ഈ കാട്ടുകള്ളന്മാരെ പഠിപ്പിക്കണ്ടേ? ഈ കാട്ടുകള്ളന്മാരെ ചൂലുകൊണ്ടടിച്ച് പുറത്താക്കണ്ടേ ഈ നാട്ടിലെ ഹിന്ദുക്കൾ? തീർച്ചയായും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കളെപ്പോലുള്ളവർ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഇതിൽ കള്ളക്കളികളുണ്ട്. ഇതിൽ ഉൾപ്പെട്ടവർ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നുമല്ല, വലിയ തിമിംഗലങ്ങൾ തന്നെ ഈ ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പരിശോധന, അന്വേഷണം താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.